ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. ക്യാരറ്റ് ഹൽവ എന്ന് പറയുമ്പോഴേക്കും നമുക്കെല്ലാം മനസ്സിലേക്ക് ഓടി വരുന്നത് പാലൊക്കെ ഒഴിച്ച് കുറുക്കി അങ്ങനെ എടുക്കുന്നതാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ക്യാരറ്റ് ഹൽവ അങ്ങനെയല്ല. നമ്മുടെ സാധാരണ ഒരു ഹൽവയൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് ഹൽവയ്ക്കായിട്ട് ഞാനിവിടെ 3 ക്യാരറ്റാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അത് രണ്ടും കൂടെ ഒന്നിച്ച് ഞാൻ ഈ പാത്രത്തിൽ എടുത്തിരിക്കുന്നതാണ്. 1/4 കപ്പ് ഷുഗർ, കുറച്ച് ബദാമും കാഷ്യൂനട്ടും, 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത്, നെയ്യ്. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രൈൻഡ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഹൽവ ഉണ്ടാക്കി കഴിയുമ്പോഴാണെങ്കിലും അതിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ക്യാരറ്റ് ആണെന്ന് തന്നെ ഫീൽ ചെയ്യത്തില്ല നമ്മൾ ഇതുപോലെ ചൂടാക്കി വേവിച്ചെടുക്കുമ്പോഴേക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി ഇതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഈ എടുത്ത് വെച്ചിരുന്ന റൈസ് ഫ്ലോറിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കി വെക്കാം. അപ്പം കാരണം കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കലക്കി വെക്കുന്നത്. നമ്മളിത് നേരിട്ട് ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുത്താൽ ആ കോൺഫ്ലോറിൻ്റെ ഒക്കെ ഒരു കട്ട ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ആദ്യമേ ഇതൊന്ന് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് വെക്കാം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ തന്നെ ഇത് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ക്യാരറ്റൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കലക്കിയെടുത്ത് വെച്ച കോൺഫ്ലോറും റൈസ് പൗഡറിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ പാനിലേക്ക് ഞാൻ 1 സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഈ കാഷ്യൂനട്ടും ആൽമണ്ടും ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി വീണ്ടും വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ആ ഷുഗർ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ പൗഡർ തന്നെ വേണമെന്നില്ല, ഞാനിപ്പോൾ ഷുഗർ പൗഡർ അങ്ങ് എടുത്തതേ ഉള്ളൂ. സാധാരണ ഷുഗർ ആണെങ്കിലും ചേർത്താൽ മതി. അതുപോലെ മധുരത്തിന് 1/4 കപ്പ് ഷുഗറാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എന്നുള്ള അളവിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരാനായിട്ട്. ഈ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സാധാരണ ഹൽവയൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറോ നെയ്യോ നമുക്ക് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. 10-15 മിനിറ്റോളം എടുക്കും നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വരാനായിട്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് 2-3 സ്പൂൺ നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 സ്പൂണും കൂടി ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൽവ തയ്യാറായി വരുമ്പോഴേക്കും ഇതുപോലെ പാനിൽ നിന്നും വിട്ടു വരാനായിട്ട് തുടങ്ങും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും ആൽമണ്ടും ആ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ക്യാരറ്റ് മിക്സ് ഒക്കെ നന്നായിട്ട് കല്ലിൽ നിന്ന് തന്നെ വിട്ട് തുടങ്ങി കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൈഡിലൊക്കെ നെയ്യ് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സാധാരണ ഇത് കുക്കായിട്ട് ആ ഹൽവ പാകമായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ബട്ടറിൻ്റെ അല്ലെങ്കിൽ നെയ്യുടെ ഇത് നമുക്ക് പുറത്തേക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത് പാകമായി കഴിയുമ്പോഴാണ് ഇതുപോലെ പുറത്തേക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം അത് കല്ലിൽ നിന്ന് തന്നെ വിട്ടു പോരുകയും ചെയ്യും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഇത് മാറ്റുന്നത് അതിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യ് തൂത്ത് കൊടുക്കാം. ഹൽവ മിക്സ് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് നന്നായിട്ടൊന്ന് നല്ലൊരു ഷേപ്പ് വരാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല ചൂടോടുകൂടി ആയതുകൊണ്ട്
കേക്ക് പാനിലോ അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിലോ വേണം ഒഴിച്ച് വെക്കാനായിട്ട്. പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ ഒഴിച്ച് വെക്കരുത്. ഇനി ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മുടെ ഹൽവ റെഡിയാക്കി വെച്ചിട്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം മുകളിൽ വെച്ചിട്ട് ഒന്ന് കമിഴ്ത്തി ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല സൂപ്പർ ഹൽവ. നമ്മളിത് കഴിക്കുമ്പം ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റേ അറിയാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ടേസ്റ്റിയാണിത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ കാണുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, അതുപോലെ ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്യാരറ്റ് കൊണ്ട് ഇത്രയും നല്ലൊരു ഹൽവ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.